ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ തൊടുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ അഴുക്ക് പറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ നമുക്കതിൽ വെള്ളം ഉപയോഗിച്ചൊന്നും നമുക്ക് കഴുകാൻ പറ്റില്ല, നമുക്ക് എർത്തൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിന് ആ സ്വിച്ച് ബോർഡൊക്കെ വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പഴയ ബ്രഷിലേക്ക് കുറച്ച് കോൾഗേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ആ കോൾഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ സ്വിച്ച് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമുക്ക് എത്ര അഴുക്കുണ്ടെങ്കിലും ആ ഒരു കോൾഗേറ്റ് കൊണ്ട് തേക്കുമ്പോൾ തന്നെ നല്ലതുപോലെ വെളുത്ത് കിട്ടും. അപ്പം നമ്മളിതിൽ വെള്ളം തൊടാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ സ്വിച്ച് ബോർഡൊക്കെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ ഇവിടെ ആ ഒരു അഴുക്കുള്ള ഭാഗത്തെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ കോട്ടൺ തുണിയിൽ കുറച്ച് വെള്ളം മുക്കിയ ശേഷം നല്ലതുപോലെ പിഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് തുടച്ച് മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ആ ഒരു സ്വിച്ച് ബോർഡിൽ അഴുക്കൊന്നും പറ്റിപ്പിടിക്കില്ല. ഈ കോൾഗേറ്റ് കൊണ്ട് നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഈ സ്വിച്ച് ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ കോൾഗേറ്റ് കൊണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഉപയോഗങ്ങൾ. നമ്മൾ കിച്ചണിലൊക്കെ പാചകം ചെയ്യുമ്പോൾ ആ ഒരു എണ്ണയൊക്കെ തെറിച്ച് ആ കിച്ചൺ ടൈലിലൊക്കെ നല്ലതുപോലെ പശ പിടിച്ചിരിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു ബ്രഷിലേക്ക് കോൾഗേറ്റ് എടുത്ത ശേഷം നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കറയും പശയും എല്ലാം അങ്ങ് മാറിക്കിട്ടും. എല്ലാ അഴുക്കും നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ബ്രഷ് കൊണ്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു തുണി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിച്ചൺ ജോലികൾ എളുപ്പമാക്കാനുള്ള നല്ല ടിപ്സുകളാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി കോൾഗേറ്റ് കൊണ്ടുള്ള അടുത്ത ടിപ്സ് കണ്ടാലോ. നമ്മൾ കിച്ചൺ അടുപ്പിലൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിലൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ തിളച്ച് തൂകി വീണ് അത് കുറേ നമുക്ക് പറ്റി പിടിച്ച അഴുക്കൊക്കെ ഇരിക്കാറുണ്ടല്ലോ. അത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി നമുക്കിതുപോലെ കോൾഗേറ്റ് ബ്രഷിൽ തേച്ച ശേഷം ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ഇളകാത്ത കറയും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ എല്ലാ ടിപ്സും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാ അഴുക്കും കറയും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഏത്തപ്പഴമൊക്കെ നമ്മൾ വാങ്ങിച്ച് 2 ദിവസം ആകുമ്പോൾ തന്നെ നല്ലതുപോലെ പഴുത്ത് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ അത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതുപോലെ മടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് അസുഖമൊക്കെ വരുന്നത് ഫ്രിഡ്ജിലൊക്കെ തണുത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴാണല്ലോ. അപ്പോൾ നമുക്ക് പുറത്ത് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കേടാവാതെ സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ന്യൂസ് പേപ്പറാണ് എടുക്കുന്നത് കേട്ടോ. ന്യൂസ് പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത ശേഷം നമുക്കിതുപോലെ ആ ഒരു പഴത്തിൽ ആ ഞെട്ടിൻ്റെ ഭാഗത്തൊന്ന് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ തന്നെ പഴം കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല, ന്യൂസ് പേപ്പർ മാത്രമല്ല കേട്ടോ, വെള്ളി കവറോ അല്ലെങ്കിൽ തന്നെ നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പറോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇതുപോലെ ചുറ്റിയ ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് നമ്മൾ പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് കേടാവാതെ നമുക്ക് പഴം സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള ടിപ്സുകളായിരിക്കും. എങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിലും അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കിച്ചൺ സിങ്കിലൊക്കെ പാത്രമൊക്കെ കഴുകി അതുപോലെ തന്നെ പാചകമൊക്കെ ചെയ്ത് തീർന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നല്ലതുപോലെ എണ്ണമയോ അതുപോലെ തന്നെ വിഴുവിഴുപ്പും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കത് സോപ്പ് ഉപയോഗിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് അത് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഉപ്പ് നല്ലതുപോലെ മിക്സായി കിട്ടണം കേട്ടോ.
അപ്പം ഞാൻ ഇതിൽ സോപ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിനെ നേരിട്ട് തന്നെ ആ ഒരു കിച്ചൺ സിങ്കിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ ഉപയോഗിച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിങ്കിലുള്ള എണ്ണമയവും ആ ഒരു വിഴുവിഴുപ്പും എല്ലാം ഒന്ന് നല്ലതുപോലെ മാറിക്കിട്ടും. അതിന് ശേഷം അതിനെ നല്ലതുപോലെ കഴുകി ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചൺ സിങ്കൊക്കെ പുതിയതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആദ്യം കണ്ട കിച്ചൺ സിങ്കും ഇതും ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടിപ്സാണ്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ അളവിൽ നമുക്ക് വെളുത്തുള്ളിയൊക്കെ നമ്മൾ തൊലിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ല പാടായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കേണ്ട നല്ലൊരു ടിപ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനെ ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എല്ലാ വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി തൊലി കളയേണ്ട പല ടിപ്സുകളും ഞാൻ പല വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പുതിയ ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ വെളുത്തുള്ളിയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഞരടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു കൈ കൊണ്ട് ആ ഒരു വെളുത്തുള്ളി നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഞരടി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ആ ഞരടി കൊടുക്കുമ്പോൾ തന്നെ ഈ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ആ വെളുത്തുള്ളി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് തൊലി കളയേണ്ട നല്ലൊരു ടിപ്സാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഒരു വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാം. ഇതാണ് നല്ലൊരു എളുപ്പ മാർഗ്ഗം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രമല്ല, നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം നമ്മളെ കയ്യിലൊക്കെ നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്മെല്ല് മാറ്റാൻ വേണ്ടി ഇതുപോലെ കുറച്ച് കോഫി പൗഡർ എടുത്ത് കയ്യിലിട്ട് കൊടുത്ത് ഒന്ന് നനച്ചതിന് ശേഷം ആ നല്ലതുപോലെ കയ്യിലെ രണ്ട് ഭാഗത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലെല്ലാം ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മുടെ ബാത്റൂമൊക്കെ നല്ലതുപോലെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മഗ്ഗിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കംഫർട്ടാണ്. അപ്പോൾ നമുക്ക് ഏത് കംഫർട്ടാണോ നമ്മളെ കയ്യിലുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു അടപ്പിലോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മണമാണല്ലോ കംഫർട്ട്. അപ്പം നമ്മൾ ബാത്റൂമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നല്ല സ്മെല്ലുകളും അതും ഇതൊക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും നല്ല മണത്തോടെ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല ടിപ്സാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2-3 കർപ്പൂരം നല്ലതുപോലെ പൊടിച്ച ശേഷം ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഞാൻ ഇവിടെ 5 കർപ്പൂരം നല്ലതുപോലെ പൊടിച്ച ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിനെ കുറച്ചൊക്കെ ഒന്ന് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കർപ്പൂരം ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ട്യൂബിലേന്ന് സ്പ്രേ ചെയ്യുമ്പോൾ വരുമെന്നറിയില്ല. അപ്പോൾ ഞാൻ അരിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനതിവിടെ അരിക്കുന്നില്ല. നമ്മളല്ലെങ്കിൽ ഒന്ന് ആ ഒരു സ്പ്രേ ബോട്ടിൽ വന്നില്ലെങ്കിൽ നമുക്കൊന്ന് തളിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനതിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ആ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു ബാത്റൂമിൻ്റെ ഒരു ഇത് ബേസണിലും അതുപോലെ തന്നെ ആ ഒരു ടൈൽസിലും എല്ലായിടത്തും ഒന്ന് നല്ലതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് സ്പ്രേ ചെയ്തപ്പോൾ കുറച്ച് വിധേ വരുന്നുള്ളൂ. അപ്പം ഞാനതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തളിച്ച് ഒന്ന് വീത്തിയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ബാത്റൂം തുറന്നാലും നല്ല മണത്തോടെ ഇരിക്കും കേട്ടോ. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എപ്പോഴും ബാത്റൂമൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പോഴും നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഓരോ പ്രാവശ്യം ഉപയോഗിച്ച ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചിടുകയാണെങ്കിൽ നല്ല മണത്തോടെ നമുക്ക് ആ ബാത്റൂമൊക്കെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളെല്ലാം ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ.